ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇത് തുറക്കുമ്പോൾ. ഈശ്വര എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും അങ്ങനെ വളരെ ചുരുക്കമാണ് കിട്ടാറുള്ളൂ. പിന്നെ നമുക്കിങ്ങനെ പ്രൊഡക്റ്റൊക്കെ കൊളാബറേഷന് വേണ്ടി അയക്കാറുണ്ട്. അപ്പോഴുമാണ് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷേ അത് അപ്പോഴും അറിയാം നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു പാക്കേജ് തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് മുഖത്തിൽ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു, ഇത് ശരിക്കുമാണോ എന്നുള്ള മാതിരിയൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് സത്യം പറയാമല്ലോ, ഞാൻ ഇങ്ങനൊരു സംഭവം വാങ്ങാനിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, ഈ വണ്ടിയിലൊക്കെ പകൽ സമയത്ത് പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ കണ്ണിലേക്ക് ലൈറ്റ് മീൻസ് എന്താ പറയുക, സൺലൈറ്റ് അടിക്കുന്ന കാരണം കൊണ്ട് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഒരെണ്ണം വാങ്ങാം, അത് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മനസ്സിൽ കണ്ടപ്പോൾ മനത്ത് കണ്ടു എന്ന് പറഞ്ഞ മാതിരിയാണ് ഉണ്ടായിരുന്നത്. ഈ എക്സൈറ്റ്മെൻറ്റിൽ പാക്കേജ് തുറക്കുമ്പോൾ തന്നെ എൻ്റെ കൈ മുറിയുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയിൽ ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. കൈ കുഞ്ഞിതായിട്ടൊന്ന് കത്തിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡബ് ചെയ്യാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു. പിന്നെ അതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ്സ് ശിവൂനാന്ന് പ്രത്യേകം ആൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷേ ശിവൂന് ആകെ ഒരെണ്ണേ കൊടുത്തുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം ഇങ്ങനെ ഒരു കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതിൽ പ്രൈസ് ടാഗ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. ആളതൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിങ്ങനെ ഒരു നോർമൽ ഒരു ക്ലിപ്പും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു കമ്മലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കമ്മൽ ഒരു എന്താ പറയുക, മെഹന്തി ഷെയ്ഡിൽ ഇങ്ങനെ ഗ്രീനും പിങ്കും കൂടെ മുത്തുകൾ മിക്സ് ആയിട്ടുള്ളതാണ്. അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇട്ട് നോക്കുമ്പോഴും അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, നല്ല വെയിറ്റ് ഇല്ലാത്തൊരു ടൈപ്പാണ്. അപ്പോൾ എൻ്റെ കാതിന് വെയിറ്റ് ഉള്ളത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും എന്താ പറയുക, നല്ല സ്യൂട്ടായിട്ട് മാച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ഞാനിത് ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ, ആൾക്ക് കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ്. നിങ്ങൾ വിചാരിക്കൂ. അപ്പോൾ അതെ, ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുകൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം ലാസ്റ്റ് ബോക്സ് ആണ് കേട്ടോ. ഇത് എന്താ സംഭവം, ഞാൻ ചോക്ലേറ്റാണെന്നാണ് വിചാരിച്ചത്. ഓപ്പൺ ചെയ്തപ്പോഴാണ് അതിൽ ഇങ്ങനൊരു ബോക്സ് ഉണ്ടായിരുന്നത്. അതിൽ കുറേ ഞാൻ കമ്മലുകളാന്ന് തന്നെ വിചാരിച്ചത്. നോക്കുമ്പം കമ്മലുകളല്ല, മുക്കുത്തികളാണ്. മുക്കുത്തി ടൈപ്പുകളാണ് വന്നിരിക്കുന്നത്. അതിൽ 2 സെറ്റ് മാത്രമേ പെയർ ഉള്ളതുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെഡായിട്ടും ഇടാം, അല്ലെങ്കിൽ മൂക്കുത്തിയായിട്ടും വെക്കാം എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മൂക്കുത്തികളൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്താ പറയുക, എൻ്റെ എല്ലാ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും അറിഞ്ഞയച്ച ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മൂക്കുത്തികൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ കാണിക്കുമ്പോൾ കാണുന്നില്ല. അതുണ്ടോ, ഇതാണ് 2 എണ്ണം. പിന്നെ ഇത് 3ാമത്തെ. ഇതും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഈ നീളത്തിലുള്ളത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ഈ 2 എണ്ണമാണ് ഭയങ്കരമായിട്ട് മീൻസ് എന്താ പറയുക, നമുക്ക് നല്ലോണം ഹഠാത് ആകർഷിച്ചത്. അപ്പോൾ ഞാനിത് ഇട്ടിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് രണ്ടും സെയിം പോലത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതേ ഫസ്റ്റ് മൂക്കുത്തിയാണിത്. ഇത് ഒരെണ്ണം ഞാനും ഇട്ടു, ഒരെണ്ണം അതേ അമ്മയ്ക്കും ഇട്ട് കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെയും മുഖം വലിപ്പമുള്ള കാരണം കൊണ്ട് ഇത് അങ്ങനെ അത്ര ഓവർ വലിപ്പം തോന്നണില്ല. സത്യം പറഞ്ഞാൽ ഇത് നല്ല വലിപ്പമുണ്ട്. ആ സംഭവം വന്നിട്ട് കുഞ്ഞു മുഖത്തിനൊന്നും ചേരില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്, വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ മൂക്കുത്തികളൊക്കെ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത് അയച്ചു തന്ന ആളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല. കാരണം ആളത് പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു, പേര് പറയരുത് എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ, അതുകൊണ്ടായിരിക്കാം എന്തോ എനിക്കറിയില്ല. എന്താണെങ്കിലും അയച്ചു തന്ന പ്രൊഡക്റ്റുകൾ, ഗിഫ്റ്റുകളൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു ബിഗ് താങ്ക്സ് ഇങ്ങനെ ഓർത്തതിനും അയച്ചതിനും ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.